മരുമോൻ എന്നെയും കാത്തിരിക്കുകയായിരിക്കും അല്ലേ? അമ്മാവനിപ്പോ ഇങ്ങോട്ട് എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? ആവശ്യം എന്റേതായി പോയില്ലേ? ഒരുപാട് ജോലി തിരക്കുണ്ടല്ലേ, പിന്നെ അല്പം മറവിയും. മറവി ഇദ്ദേഹത്തിന് പണ്ടേ ഉണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്ത ഒറ്റ ലോ പോയിന്റ്സും വക്കീലിനിപ്പോ ഓർമ്മയില്ല. എന്നാലേ അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാനിപ്പോ വന്നത്. അനന്തരവനെ അനന്ത, അമ്മാവൻ നിന്നോടൊരു കാര്യം പറയാം. ഈ കോടികൾക്കിടയിൽ നിന്നും ഇത്ര ലക്ഷം ഊരിയെടുത്താൽ ആരും അറിയാൻ പോണില്ല, ആർക്കൊരു നഷ്ടവുമില്ല. ഛേദമില്ലാത്തവന്റെ മുതൽ ഈ നാണമില്ലാത്തവൻ നക്കുന്നു എന്ന് പറഞ്ഞ പോലെ അല്ലേ? അതെ, ഇരനക്കിപ്പട്ടിയുടെ ചിറുതക്കിപ്പട്ടിന് പറഞ്ഞവിടെ തന്നെ. ഓ, തിരിച്ചടിച്ചു. അമ്മാവൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാം മനസ്സിലായിട്ടും മനസ്സിലായില്ലെന്ന് നടിക്കുന്നവരെ മനസ്സിലാക്കാനാണ് പ്രയാസം. ലാഭമില്ലാത്തൊരു ബിസിനസിനും കുറുപ്പ് പണം അറിയാറില്ല. അതിനെനിക്ക് താല്പര്യവുമില്ല. കേസില്ല വക്കീലായിരുന്നു നിന്നെ ഈ കൊട്ടാരത്തിന് റിസീവർ ആക്കിയത് കുറിപ്പിന് ലാഭം കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാ. അപ്പോഴേ നീ എന്റെ മകൾക്ക് കൊടുത്ത എല്ലാ പ്രേമലേഖനങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. നല്ല തന്ത. സുഗന്ധിയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, നീയാണ് എന്റെ ജീവിതത്തിന്റെ സുഗന്ധം, സുഗന്ധിയില്ലെങ്കിൽ ഈ അനന്തേട്ടൻ ആത്മഹത്യ ചെയ്യും പോലും. നീ എന്റെ മുമ്പിൽ തലകുണിച്ച് നിൽക്കുന്നത് ജാളിത കൊണ്ടാണ്. പണവും ഭർത്താവും ഇല്ലാതെ ഈ നാട്ടുകാരുടെ മുമ്പിൽ തലകുണിച്ച് നിൽക്കാൻ എനിക്ക് അല്പം ജാളിതയുണ്ട്. ഞാൻ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു, അതങ്ങ് എത്തിയില്ല. മനഃപൂർവ്വം മറന്നതാണെങ്കിൽ അത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നത്. അതല്ല ഓർത്തിട്ടും മറന്നതാണെങ്കിൽ എനിക്കും പലതും മറക്കേണ്ടി വരും. വണ്ടി എടുക്കടാ. കുന്തം വിഴിഞ്ഞോടെ നിൽക്കാതാരെന്താ? അന്തപുരത്തിന്റെ അടിത്തറ അടിയോടെ പിഴുതെടുത്ത് കൊടുത്ത് സുഗന്ധിയെ സ്വന്തമാക്കി സുന്ദരമായി ജീവിക്കുവാനെന്താ? തന്തയ്ക്ക് പറഞ്ഞവനാടാ ഞാൻ. ഇനി ഈ കൊട്ടാരത്തിന്റെ അടുത്തറ തോണ്ടോടാ. ഞാൻ പറയുന്ന കേട്ട് മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാമെങ്കിൽ നിന്നാ മതി, അല്ലെങ്കിൽ നിനക്ക് ഇവിടുന്ന് പോവാം. അവൻ ആരോടാ കൈകൊണ്ട് സംസാരിച്ചെന്നറിയാവോ? നാരായണക്കുറുപ്പിനോട്. അടങ്ങാൻ പറ്റുമോ എനിക്ക്? ചേട്ടന് ഇത്രയ്ക്ക് കലി കയറാൻ അവൻ എന്ത് തെറ്റാ ചെയ്തേ? തെറ്റ് ചെയ്തത് ഞാനല്ലേ? വായി നോക്കി നടന്നവനെ പിടിച്ച് രാജാവാക്കി. ഇപ്പൊ രാജാവ് കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എടീ, നിന്റെ മകനെ കിരീടം വെച്ചു കൊടുത്തത് ഞാനാണെങ്കിൽ അത് ഉരുവെപ്പിക്കാൻ എനിക്കറിയാം. അവൻ എന്തെങ്കിലും അവിവേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ ക്ഷമിക്കണം. ക്ഷമിക്കണമല്ലേ? എടീ, നിന്റെ നായരി അത്തെ പിന്നെ അവൻ എങ്ങനെയാ വളർന്നോന്ന് നിനക്കറിയാമല്ലോ. എല്ലാം എഴുതി വിട്ട് തൊളിച്ചിട്ടല്ലേ നിന്റെ കെട്ടിയവൻ പോയത്. അതിന് കാരണക്കാരൻ ഏട്ടനും കൂടിയല്ലേ? ഓഹോ, നിന്റെ നാവും ചലിച്ചു തുടങ്ങിയല്ലേ? ചവിട്ടി പുറത്താക്കും ഞാൻ. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? എന്നാലേ എന്റെ പൊന്നുപങ്ങള് കേട്ടോ, ഇവിടെ കട്ടിലും കസറ ഇല്ലാഞ്ഞിട്ടല്ല ഇതൊക്കെ കൊണ്ട് പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. നീ മറന്നു കാണും, നമ്മുടെ അച്ഛൻ അടിമപ്പണി ചെയ്ത് ജീവിതകാലം മുഴുവൻ കൊട്ടാരത്തിൽ ഓച്ചാനം ചെയ്യുന്നത്. ഞാനത് മറന്നിട്ടില്ല, മറക്കേയില്ല. നക്കാപ്പിച്ച ശമ്പളവും വാങ്ങി തമ്പുരാക്കന്മാരെ കുറെ സേവിച്ചതല്ലേ, അതിനെ ഊരി തിരിച്ചു പിടിച്ചെന്ന് കരുതിയാ മതി. എന്തൊക്കെ ആയാലും ഒന്നും അറിയാത്ത കുട്ടികളെ വേദനിപ്പിച്ചിട്ട് വേണോ ഏട്ടന്റെ ഈ വാശി? ഇത് വാശിയല്ലടി, തീരുമാനമാ. അഭിപ്രായം വേണ്ട, അനുസരിച്ചാ മതി. എല്ലാരും കേൾക്കാനാ ഞാനീ പറയുന്നത്. അമ്മ എന്തിനാണ് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? സുഗന്ധിക്ക് അവിടെ പല ആലോചനകളും വരുന്നുണ്ട്. അതിനെന്താ, വന്നോട്ടെ. അച്ഛനുണ്ടായിരുന്ന കാലം തൊട്ടേ എല്ലാവരും കൂടി പറഞ്ഞുറപ്പിച്ചല്ലേ ഞങ്ങളുടെ ബന്ധം. ഉറപ്പിച്ചതൊക്കെ ശരിയാ, പക്ഷേ ഏട്ടന്റെ മനസ്സിൽ ഇപ്പൊ വേറെന്തോ ഉണ്ടെന്നാ തോന്നുന്നേ. അമ്മാവന്റെ മനസ്സിൽ പലപ്പോഴും പലതല്ലേ. ഒരു IAS-കാരനുമായിട്ട് വിവാഹം ഏതാണ്ട് ഉറപ്പിച്ച മട്ട. എന്നാര് പറഞ്ഞു? ഏട്ടൻ തന്നെയാ പറഞ്ഞത്. അതിനവള് സമ്മതിച്ചോ? ഏട്ടൻ നിർബന്ധിച്ച അവക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റുമോ? അമ്മാവന്റെ സ്വഭാവം നിനക്കറിയാലോ. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ നിന്റെ ഏട്ടന്റെ തന്നിറം. എന്റെ കുഞ്ഞ് അനുഭവിക്കേണ്ട സ്വത്തുക്കളാ അവൻ ചതിച്ചെടുത്തത്. അതൊന്നും ഞാൻ മറന്നിട്ടില്ല. മോനെ, വലിയവർക്ക് എപ്പോഴും വലിയവരുമായിട്ടുള്ള ബന്ധത്തിലാ താല്പര്യം. നമ്മൾ ആശിച്ചതാ തെറ്റ്. ഇനി നീ അതോർത്ത് വിഷമിക്കേണ്ട പോലെ വിഷമിക്കണ്ട. കേട്ടതൊക്കെ ശരിയാണോന്ന് അറിയാനാ കാണണമെന്ന് പറഞ്ഞത്. അത് നിന്റെ നാവിന്ന് തന്നെ എനിക്കൊന്ന് കേട്ടാ കൊള്ളാമെന്നുണ്ട്. അച്ഛൻ അവർക്ക് വാക്ക് കൊടുത്തു, എന്റെ സമ്മതം പോലും ചോദിക്കാതെ. IAS-കാരനാണെന്ന് കേട്ടപ്പോ നീയെല്ലാം മറന്നുല്ലേ?
അനന്തേട്ടനല്ലാതെ മറ്റൊരുത്തിന് എന്റെ കഴുത്തി താലി കിട്ടില്ല എന്ന് ഈ അമ്പലമുറ്റത്ത് വെച്ച് നീ പറഞ്ഞൊന്നും ഞാൻ മറന്നിട്ടില്ലടി. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ അവസ്ഥ അനന്തേട്ടൊന്ന് ഊഹിച്ചു നോക്കിയേ. അച്ഛന്റെ സ്വഭാവം അനന്തേട്ടൻ അറിയാലോ. ഇപ്പൊ ചേച്ചിമാരും അവരുടെ ഭർത്താക്കന്മാരും ഒക്കെ അച്ഛന്റെ സൈഡാ. എന്റെ മനസ്സ് മാത്രം ആരും കാണുന്നില്ല. എന്റെ അച്ഛൻ എപ്പോഴും പറയായിരുന്നു അതിരുകടന്ന് ഒന്നും തന്നെ ആഗ്രഹിക്കരുതെന്ന്. ഒരെങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന പോലെ നിന്റെ അച്ഛൻ എന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യിച്ചടി. ഇത്രയും മോഹിപ്പിക്കണമായിരുന്നോ? നിനക്കെങ്കിലും എന്നോട് തുറന്നു പറയായിരുന്നില്ലേ അനന്തേട്ടൻ നിനക്ക് യോജിച്ച ഭർത്താവല്ലെന്ന്? എനിക്കറിയാം അനന്തേട്ടൻ എന്നെ കുറ്റപ്പെടുത്തുമെന്ന്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അച്ഛനെ ധിക്കരിച്ച് ഈ നിമിഷം നിനക്ക് എന്റെ കൂടെ ഇറങ്ങി വരാൻ പറ്റുമോ? സുഗന്ധി, അനന്തം പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. ഈ നിമിഷം വേണമെങ്കിലും ഞാൻ ഇവിടെ നിന്റെ കൂടെ പറഞ്ഞയക്കാം. പക്ഷേ നിന്റെ അമ്മാവനെ നിനക്കറിയാലോ. ഒരു ദിവസമെങ്കിലും മനസമാധാനത്തോടെ നിങ്ങൾക്ക് കഴിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഈശ്വരൻ വിധിച്ചിട്ടില്ലാന്ന് കരുതിയാൽ മതി. എന്നാത്തിനാ ഇങ്ങനെ കുരങ്ങിയെത്ത കാക്കാലിനെ പോലെ കിടക്കുന്നു? നിരാശാകാമുകന്റെ റോൾ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു ദിവസം ആയല്ലോ. അവൾക്ക് അനന്തനോട് ഉള്ളി തട്ടിയ സ്നേഹം ഉണ്ടായിരുന്നില്ല, ഇറങ്ങി വന്നേനെ. സ്നേഹത്തിന്റെ മുമ്പിൽ നാരായണക്കുറുപ്പല്ല, സാക്ഷാൽ ഉദയനക്കുറുപ്പായാലും ഒരു പ്രശ്നമല്ല. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട. നിനക്കത് നിസ്സാരമായിട്ട് പറയാം. കുട്ടിക്കാലത്ത് തുടങ്ങിയ ബന്ധമാ, അത് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റൂടാ? മറക്കണം. അനന്തനോടുള്ള സ്നേഹം അവൾ ഒരു കളിയായിട്ടേ കണ്ടിട്ടുള്ളൂ. ചന്ദ്രിക്ക് രമണനോടുണ്ടായിരുന്ന പോലെ ഒരു ലവ്. ശരിയല്ലേ? IAS കാരന് വക്കീലിനേക്കാൾ വിലയുണ്ട്. അതെന്താ അനന്തം മനസ്സിലാക്കാത്തത്? വിട്ടുകള വക്കീലേ, വല്ലം വന്ന് കഴിക്കാതെ. കണ്ണീര് കാണിച്ച് നാരായണക്കുറുപ്പിന്റെ മനസ്സലിയിക്കാവെന്ന് എന്റെ മുന്നാരമോട് കരുതണ്ട. അങ്ങനെ അറിയുന്ന മനസ്സായിരുന്നെങ്കിലേ ഞാൻ എന്നെ കുത്തുവാള എടുത്തേനെ. മനസാക്ഷിയുള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവൂ. ഇല്ലടി, എന്റെ മനസ്സിന്റെ സ്ഥാനത്ത് മയിൽക്കുറ്റിയ ഞാനതൊക്കെ സഹിച്ചു. ചെറുപ്പത്തിൽ പറഞ്ഞു വെച്ച ബന്ധമായത്, അത് മറക്കണ്ട. മുണ്ടിപ്പോറ്. എടി, ചെറുപ്പത്തിൽ കൊച്ചുപിള്ളേരെ മടി പിടിച്ചിരുത്തിക്കൊണ്ട് അമളിമാമനെ പിടിച്ചേരാ മക്കള് മാമുണ്ട് മാമണെന്ന് പറയും. എന്നോട് പിടിച്ചു കൊടുക്കാൻ പറ്റുമോ? അച്ഛൻ അനന്തേട്ടനെ ചതിക്കായിരുന്നു, ഒപ്പം എന്നെയും. എടി മകളെ, കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ, അർഹിക്കുന്നതേ മോഹിക്കാവൂ. അതവൻ അറിഞ്ഞുകൂടാ. എനിക്ക് വലുത് നിന്റെ ഭാവിയാ, നിന്റെ സന്തോഷമാ. എന്റെ സന്തോഷമാണ് അച്ഛന് വലുതെങ്കിൽ അനന്തേട്ടനോട് ഒന്നിച്ചുള്ള ജീവിതമാണ് എനിക്ക് വേണ്ടത്. പ്രേമവും സന്തോഷവും കരുത്തിലിട്ട് ഉപയോഗിച്ചാൽ ചോറാകത്തില്ല. പണമാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. ദാരിദ്ര്യത്തിന്റെ ദുഃഖവും പണത്തിന്റെ സുഖവും ഒരുപാട് അനുഭവിച്ചറിഞ്ഞവനാ ഞാൻ. അനന്തേട്ടനെ കൊണ്ട് അച്ഛൻ എന്തെല്ലാം ചെയ്യിച്ചു. ഒരു അക്ഷരം എതിര് പറയാതെ അച്ഛൻ പറഞ്ഞതെല്ലാം അനുസരിച്ചില്ലേ? അതെ, അനുസരിച്ചു. ഇനിയും ഞാൻ പറയുന്ന എല്ലാം അവൻ അനുസരിക്കും. ഒരു കാര്യം കൂടി അവനോട് ഞാൻ ആവശ്യപ്പെടും, അതും കൂടി അവൻ അനുസരിച്ചാൽ. അച്ഛൻ എന്ത് ആവശ്യപ്പെട്ടാലും അനന്തേട്ടൻ സമ്മതിക്കും. അനന്തേട്ടനോട് ഞാൻ പറയാം. മിടുക്കി, എന്റെ മോള് തന്നെ അവനോടൊന്ന് പറയണം. നീ പറഞ്ഞ അവൻ കേൾക്കും. എന്താ അച്ഛൻ ഞാൻ പറയേണ്ടത്? നിന്നെ മറക്കണമെന്ന്. നിന്നെ അവന് കിട്ടില്ല. അത് നടക്കില്ല. നടക്കും, അതേ നടക്കൂ. ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ നിന്നെയൊക്കെ വളർത്താനും അനുസരിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയും. കഴിയില്ലെന്ന് വന്നാൽ താലോലിച്ച കൈകൊണ്ട് തല്ലിക്കൊന്ന് പുഴയിലെറിയാനും ഞാൻ മടിക്കില്ല.